കോൺഗ്രസ് മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ തലസ്ഥാനത്ത് തിരക്കിട്ട നീക്കങ്ങൾ. കെ സുധാകരനും കെ മുരളീധരനും കൂടിക്കാഴ്ച നടത്തുന്നു. കെ മുരളീധരന്റെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. കെ സി വേണുഗോപാലിന് പിന്തുണ ഉറപ്പിക്കാനാണ് ശ്രമം. ആർ റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, എ കെ ആന്റണിയുമായി കെ മുരളീധരനുമായി ഒക്കെ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തെക്കുറിച്ച് വിശേഷണങ്ങൾ അനവധി പറഞ്ഞ കെ സുധാകരൻ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടാകും. എന്താണ് നീക്കം? അത് ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചകളും ചർച്ചകളുമാണ് തലസ്ഥാനത്ത് തുടരുന്നത്. അല്പം മുമ്പാണ് കെ സുധാകരൻ മുൻ KPC അധ്യക്ഷൻ കൂടിയായ കെ മുരളീധരനെ കാണാൻ ഓഫീസിലേക്ക് എത്തിയത്. ഏറ്റവും നിർണായകമായ നീക്കം കെ സുധാകരന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കാരണം എ കെ ആന്റണി കൂടിക്കാഴ്ച നടത്തി കെ സി വേണുഗോപാലിന് വേണ്ടി ഇടപെടണം എന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സമാനമായ ആവശ്യം തന്നെയായിരിക്കും കെ മുരളീധരന്റെ മുന്നിലേക്കും ഇപ്പോൾ കെ സുധാകരൻ വെക്കുന്നുണ്ടാവുക. നേരത്തെ രമേശ് ചെന്നിത്തലയായിരുന്നു ആദ്യം പരസ്യമായി കെ സുധാകരൻ പിന്തുണച്ചത്. പിന്നീട് നിലപാട് മാറ്റി കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുകയായിരുന്നു. കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കണം എന്ന ആവശ്യം പരസ്യമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ നീക്കം നടക്കുന്നത്. തലസ്ഥാനത്ത് തന്നെ കണ്ടോൺമെന്റ് ഹൗസ് കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ വസതി വഴുതക്കാട് വസതിയിലും നീക്കങ്ങൾ നടക്കുന്നു. MLA-മാരുടെ പിന്തുണ കൂടുതൽ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിനൊപ്പം തന്നെ ഘടകകക്ഷികളുടെ പിന്തുണയും നിർണായകമാകുമെന്ന പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നൊരു പക്ഷേ വൈകിട്ടോടെ നിരീക്ഷകർ ആരെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. പിന്നാലെ നിരീക്ഷകർ രാത്രിയോടെയോ ഒരുപക്ഷെ വൈകിട്ടോടെയോ നാളെ രാവിലെയോടെ എത്തിച്ചേരും. ഇപ്പോൾ കെ സുധാകരൻ കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ കെ മുരളീധരനുമായുള്ള കൂടിക്കാഴ്ച ശേഷം കെ സുധാകരൻ പുറത്തേക്ക് വരുന്നുണ്ട്. കെ സുധാകരൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് ബെന്നി ബെഹനാൻ ഒപ്പം MK രാഘവൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, മുതിർന്ന നേതാക്കൾ തുടരുന്നുണ്ട്. അവരൊക്കെ നീക്കങ്ങൾ നടത്തുകയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള ചരട് വലികളാണ് തലസ്ഥാനത്ത് വളരെ സജീവമായി തുടരുന്നത്. കെ സി വേണുഗോപാലിന് വേണ്ടിയാണ് ഇവരുടെയൊക്കെ നീക്കങ്ങൾ നടത്തുന്നത്. ആ ഘട്ടത്തിൽ തന്നെ കണ്ടോൺമെന്റ് ഹൗസ് കേന്ദ്രീകരിച്ച VD സതീശനും പല പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ചകൾ തുടരുന്നുണ്ട്. ഏതായാലും കെ സുധാകരൻ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മളെ പാർട്ടി പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതാണ്. ഒരു പേഴ്സണൽ ടോക്ക്, ദാറ്റ്സ് ഓൾ. ഇല്ല ഇല്ല ഇല്ല, അതൊന്നുമില്ല. ഒരു വിധവുമില്ല, ഒരു കാരണവുമില്ല. അദ്ദേഹത്തെ കാണാൻ വന്നു, കണ്ടു, ചിരിച്ചു, വർത്താനം പറഞ്ഞു, ഞാനിങ്ങ് പോന്നു. പൊളിക്കും എന്നെ കുറ്റം പറയാറ്. അത് പാർട്ടി ചർച്ച ചെയ്യും. അത് കെ സുധാകരന് മുരളി ചെയ്യേണ്ടതല്ല. അതിന് ഹൈക്കമാൻഡ് ഉണ്ട്. ഹൈക്കമാൻഡ് ചർച്ച ചെയ്യും. അല്ല, അത് മുഖ്യമന്ത്രി ആവണമെന്ന് അന്ന് പറഞ്ഞത് ആ സാഹചര്യം ഇപ്പോഴും ഉണ്ടാവും. അല്ല, ഉറച്ചു നിൽക്കാനൊന്നുമില്ല. ഞാൻ പൂയിലൊന്നുമല്ല ഉള്ളത്, മണ്ണിലൊന്നുമല്ല ഞാനുള്ളത്. അതില്ല, ഇനി അത് പറയാൻ കഴിയില്ല. ഇപ്പം പറയാൻ പറ്റില്ല. അതിനൊക്കെ പഴയ നിലപാടില്ല, എപ്പോ പുതിയ നിലപാട്. ആരുമായിട്ടും നടത്തിയില്ല. ആ സാർ, ഈ ശബ്ദം കളിയില്ല. നിർണായകമായ കൂടിക്കാഴ്ചകൾക്ക് ശേഷം അടങ്ങുകയാണ് കെ സുധാകരൻ. പ്രതികരണം എങ്ങനെയാണ്? കണ്ടു, ചിരിച്ചു, വർത്തമാനം പറഞ്ഞു പോകുന്നു, അത്ര തന്നെ.